എടാ ഇന്നെങ്ങനെ നടക്കോ തെള്ളീന്ന്? ആ അളിയാ, ഒരു ഫ്ലെക്സ് പുറത്ത് കെട്ടിയിട്ടുണ്ട്, ബാക്കി വണ്ടിയിൽ വെക്കാം. ഓക്കെ ഓക്കെ വിട്ടോ. അളിയാ, നിന്റെ മാവനെ കടിച്ച് ഓഫായി. ഈ കുപ്പി അടുത്തിട്ടുണ്ടേ. ആ അപ്പൊ ശരി, നാളെ രാവിലെ കാണാം. ആ വാ, പെട്ടെന്ന് പോയിട്ട് വേണം ഇത് തീർക്കാൻ. ഇവനെന്താ ഇവിടെ നിക്കണേ? ഉറക്കമൊന്നുമില്ലേ? അല്ല, അതിന് നാളെ എൻ്റെ കല്യാണമല്ല നിന്റെ കല്യാണ. നിനക്ക് ഉറക്കൊന്നുമില്ലേ? ഇത് കണ്ടോ, അല്ല ഈ കലാപരിപാടി ഇപ്പൊ കഴിഞ്ഞല്ല. അമ്മയൊക്കെ മൈലാഞ്ചിട്ടിട്ട് ഇപ്പം അങ്ങോട്ട് കിടന്നേ ഉള്ളൂ. എനിക്കാണെങ്കിൽ ഉറക്കവും പോയി. അല്ലടി, അച്ഛൻ ഉറങ്ങിയായിരുന്നോ? കൂർക്കമ്പലി കേട്ടു. ഇനി അത് ഇളയച്ചന്നെ ആണോന്നറിയില്ല. അവരൊക്കെ പിന്നെ പരമ്പരാഗത കൂർക്കമ്പലിക്കാരല്ലേ. അല്ല, ചേട്ടൻ വലിക്കോ? ഏയ്, എന്റെ മോനെ, ചേട്ടൻ വലിക്കോ? അല്ല അങ്ങനെയല്ല, ഇതേപോലെ വല്ലപ്പോഴും ഒക്കേഷനിലേ. അല്ല, ഇത് സിഗരറ്റ് തന്നെയല്ലേ? അല്ലടി, കഞ്ചാവ്. എത്ര പെട്ടെന്നല്ലേ വർഷങ്ങൾ പോകുന്നേ. കൊറോണ കഴിഞ്ഞ് 100-110 സ്പീഡിലാ സമയത്തിന്റെ പോക്ക്. അല്ല, എന്നീ ചെന്ന് കിടന്ന് ഉറങ്ങാൻ നോക്ക്. നാളെ നേരത്തെ എണീക്കണ്ടല്ലേ. കിടന്നാലും ഉറക്കം വരൂല. ആകെപ്പാടൊരു ടെൻഷനാ. ഇനി കുറച്ചു നേരം കൂടിയല്ലേ ഉള്ളൂ. എടി എന്തിനീ ടെൻഷൻ? അളിയൻ സൂപ്പർ അല്ലേ? അളിയൻ സൂപ്പറാണ്. അതുകൊണ്ടല്ലേ ഞാൻ ഈ കല്യാണത്തിന് സമ്മതിച്ചു തന്നെ. പക്ഷേ ആദ്യത്തെ കല്യാണല്ലേ, അതിന്റെ ഒരു... അത് ശരി. എന്നിട്ട് താഴെ കിടന്ന് ഇതൊന്നല്ല പറയണ്ടായിരുന്നേ. ഇപ്പൊ എന്താ ധൈര്യമൊക്കെ ചോർന്നു പോയാ? അതില്ല, എന്നാലും ശരിയാവും. ശരിയാവും. അപ്പൊ പോട്ടെ. ഗുഡ് നൈറ്റ്. അയ്യോ മൈലാഞ്ചി. പോട്ടെ, ബൈ. എടി ഒന്നേ. എടി, എനിക്കിങ്ങനെ സംസാരിച്ച ശീലമൊന്നുമില്ല, ചെയ്ത ശീലം. പിന്നെ എനിക്കൊരുപാട് പെങ്ങന്മാരൊന്നുമില്ലല്ലോ, നീ ഒറ്റൊരുത്തിയല്ലേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ പറയാം, നിനക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ നീ എന്തായാലും വിളിച്ചിരിക്കണം, മനസ്സിലായോ? എന്താണ് പാതിരാത്രി ചേട്ടൻ ഡോളർക്കാണോ? എടി, നമുക്ക് ഈ ആൾക്കാരെ ചൂട് നോക്കാൻ അറിയില്ലല്ലോ. നാളെ ഇപ്പം നീ ഇവിടുന്ന് കല്യാണം കഴിഞ്ഞ് പോയി അവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ നീ എന്നെ അറിയിക്കണം, അത്ര ഉദ്ദേശമുള്ളൂ. പിന്നെ വാർത്തകളുടെ കാര്യം കേൾക്കുമ്പം എനിക്കത് ആലോചിക്കാൻ കൂടി പറ്റുന്നില്ല. എന്തിനും ഞാൻ നിൻ്റെ കൂടെ ഉണ്ടാവും, ആ ഒരു ഉറപ്പ് അത്ര ഞാൻ പറഞ്ഞുള്ളൂ. പിന്നെ നാളെ എന്തൊക്കെയാണ് സംഭവിക്കുമ്പോൾ നമുക്ക് ആർക്കും അറിയില്ലല്ലോ. ഇടയ്ക്കിടയ്ക്ക് നമ്പർ മാറ്റാതിരുന്നാൽ മതി, ഞാൻ വിളിച്ചോളാം. പിന്നെ വിളിച്ചാൽ ഫോൺ എടുക്കണം. ശരി. ചേട്ടനെ എത്ര നാളായി ഇങ്ങനെ ചിരിച്ചു കണ്ടിട്ട്? ശരിക്കും ചേട്ടൻ എന്തിനാ ഈ ഹോസ്റ്റലിലൊക്കെ നിന്ന് പഠിക്കാൻ പോയേ? അപ്പോഴേക്കാ ഞാൻ ശരിക്കും ചേട്ടനെ മിസ് ചെയ്ത്. പിന്നെ ലീവിന് വരുമ്പോൾ കടുംപിടുത്തു. ഇയാൾ വല്ല ഒലക്കയും വിഴുങ്ങിയിട്ടുണ്ടോന്ന് പോലും തോന്നിപ്പോ. നിനക്കറിയാലോ, വീട്ടിൽ നിന്ന് പറഞ്ഞു, ഞാൻ പോയി, അത്ര തന്നെ. വാ തുറന്ന് പറഞ്ഞൂടെ എനിക്ക് പോകാൻ പറ്റൂലെന്ന്? ഈ അച്ഛൻ്റെ സ്വഭാവം നിനക്കറിയാലോ. അച്ഛൻ ചേട്ടൻ്റെ അടുത്ത് മാത്രമേ സ്ട്രിക്റ്റ് ഉള്ളൂ. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ? ആ ചോദിക്ക്. എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്, നിങ്ങൾക്കിടയിലെ പ്രശ്നം ഞാനാണോ? ഏയ്, നീ അങ്ങനെയൊക്കെ ചോദിക്കണേ?
ഞാൻ ജനിക്കുന്നതിന് മുമ്പ് അച്ഛനും ചേട്ടനും കൂടി എത്ര ഫോട്ടോസ് എടുത്തിട്ടുണ്ട്? അതിപ്പം കുറച്ചുണ്ടാവും. അതെ, എണ്ണി പറഞ്ഞു കഴിഞ്ഞാൽ 121 ഫോട്ടോസ്. അത്രയൊക്കെ ഉണ്ടായിരുന്നോ? ആ, അത്രയൊക്കെ ഉണ്ട്. ഇനി ഞാൻ ജനിച്ചതിന് ശേഷം നിങ്ങൾ രണ്ടുപേരും കൂടി എത്ര ഫോട്ടോസ് എടുത്തിട്ടുണ്ടെന്ന് അറിയോ? അതും കുറച്ച് കാണാനിക്ക് ഇതുപോലെ. അതെ, ഒരുപാടുണ്ട്. 2 എണ്ണം. ഒന്ന് ഫാമിലി ഇൻഷുറൻസിന് എടുത്ത ഗ്രൂപ്പ് ഫോട്ടോ, പിന്നെ അമ്മൂൻ്റെ കല്യാണത്തിന് നിർബന്ധിച്ചെടുത്തതാ. ഏയ്, മുമ്പത്തെ ഫോട്ടോസൊക്കെ കണ്ടാലറിയാം നിങ്ങൾ രണ്ടുപേരും എങ്ങനെയായിരുന്നെന്ന്. പിന്നെ ഞാൻ വന്നപ്പോൾ എടി അതങ്ങനെ നല്ല, ചിലപ്പോൾ പ്രായം കൂടുമ്പോൾ മെച്യൂരിറ്റി വന്നിരിക്കുന്നതായിരിക്കും. അതെന്താ, നിങ്ങൾക്ക് ആണുങ്ങൾക്ക് മാത്രം പെട്ടെന്ന് പ്രായം കൂടുമോ? ഒന്ന് പോടി ഒന്ന് ചുമ്മാ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കണത്. എന്തായാലും ഞാൻ കല്യാണം കഴിഞ്ഞ് പോവല്ലേ, അപ്പം എല്ലാം ശരിയാവും. പിന്നെ നീ ഇനി വേറെ എവിടെ പോകുന്ന കല്യാണം കഴിഞ്ഞിട്ട്? നടന്നേ പോയി കിടന്നുറങ്ങി സിയടി. ഉള്ളിൽ വെച്ചോണ്ടിരുന്നിട്ട് ഒരു കാര്യമില്ല. രണ്ടുപേർക്കും ഇഷ്ടം പ്രകടിപ്പിക്കാറുണ്ടൂടാ. ആ മതി, സമ്മതിച്ചു. എല്ലാം റെഡിയാക്കാം, പോയി കിടന്നുറങ്ങ്. എന്നാ നീ ചെന്ന് കിടന്നോ? ചേട്ടനും പോയി കിടക്കാൻ നോക്ക്. ശരി ശരി. എടാ, നീ ഉറങ്ങുന്നില്ലേ? നീ ഉറങ്ങുന്നില്ലേന്ന്? അല്ല, പോവായിരുന്നു. പണ്ടാരം കൊതുക്, ഉറങ്ങാനും പറ്റണില്ല. അല്ല, അപ്പം ഇന്നെന്താ ഇവിടെ കിടന്നേ? അവിടെ മുറിയിൽ നിന്റെ അമ്മയുടെ കൂടെ അമ്മായിയൊക്കെ ഉണ്ട്. ആ, നീ കിടക്കാറായില്ലെങ്കിൽ 2 മിനിറ്റ് ഇവിടെ ഒന്നിരിക്കേ. നാളെ അവൾ പോവാണെന്ന് ഓർക്കുമ്പോഴേ ഉള്ളത് പറഞ്ഞ ഉറക്കം വരുന്നില്ല. അതിനിപ്പോൾ എന്താ, അവൾ നല്ലൊരു സ്ഥലത്തേക്കല്ലേ പോണേ? അതിൻ്റെ ഒന്നുമല്ല, എന്തോ പോലെ ഒരു ടെൻഷൻ. നിൻ്റെ കയ്യിൽ സിഗരറ്റ് ഉണ്ടാവോ? ഏയ് ഇല്ല. വേണ്ടേ? ഏയ് വേണ്ട. എന്താ നിർത്തിയോ? വലിയുണ്ടെന്ന് അറിയാം. ഇല്ല, ഒന്ന് ചവിട്ടാന്ന് വിചാരിച്ചു. നന്നായി. എൻ്റെ ജോലിയൊക്കെ എങ്ങനെയുണ്ട്? കുഴപ്പമില്ല, നന്നായിട്ട് പോകുന്നു. അല്ല, നിൻ്റെ അമ്മ പറഞ്ഞു നിനക്കെന്തോ ടെൻഷൻ ഉണ്ടെന്ന്, വർക്ക് പ്രഷറൊക്കെ ഉണ്ടെന്ന്. പെങ്ങളുടെ കല്യാണത്തിന് ലീവ് ചോദിച്ചപ്പോൾ തന്നില്ല എന്നും പറഞ്ഞു. ഏയ് അങ്ങനെയൊന്നുമില്ല, മാനേജർ കുറച്ച് സീനാ. ലീവൊന്നും കിട്ടിയില്ല, പിന്നെ കുറച്ച് പെൻഡിങ് വർക്ക്സ് ഉണ്ടായിരുന്നു. എന്നിട്ട് കഴിഞ്ഞോ? ഇല്ല, ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചു. നിനക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ നീ ജോലി വിട്. നിനക്ക് ഇൻട്രസ്റ്റ് ഉള്ള എന്തെങ്കിലും ചെയ്യേ. നിനക്ക് ഈ ജോലി ഇഷ്ടമല്ലാന്ന് എനിക്കറിയാം. ഈ പ്രായത്തിലോ? 60ാമത്തെ വയസ്സിൽ തിരിച്ചറിവുണ്ടായിട്ട് വല്ല കാര്യമുണ്ടോ? എനിക്കിപ്പോഴാണ് തിരിച്ചറിവുണ്ടായത്. പോടാ, പോയി ഇഷ്ടമുള്ള പണിയെടുക്ക്. ഓ, എനിക്ക് പേടിയായിരുന്നു. എനിക്കെന്തെങ്കിലും പെട്ടെന്ന് സംഭവിച്ചാൽ പിന്നെ നിങ്ങൾക്ക് ആരാ ഉള്ളത്? അതാണ് ഞാൻ നിന്നെ അങ്ങനെയൊക്കെ വളർത്തി പെട്ടെന്നൊരു ജോലി വാങ്ങാൻ നിർബന്ധിച്ചത്. ഞാൻ പെട്ടെന്ന് പോയാലും പിന്നെ നീ ഉണ്ടല്ലോ. പക്ഷെ ഇപ്പോഴെനിക്ക് മനസ്സിലായത് ഞാൻ നിൻ്റെ കുട്ടിക്കാലമൊക്കെ സ്പോയിൽ ചെയ്തു എന്ന്. കല്യാണാവശ്യത്തിന് നാട്ടിലെ മുഴുവൻ സ്ഥലം ഞാൻ വിറ്റു. കുറച്ചധികം പൈസ ഞാൻ നിൻ്റെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. ബിസിനസ്സല്ലേ നിനക്കിഷ്ടം? നിനക്ക് ഇൻട്രസ്റ്റ് ഉള്ള എന്തെങ്കിലും ചെയ്യേ. ഏയ് അതൊന്നും വേണ്ട, ഞാൻ കുറച്ച് സേവിങ്സ് ഉണ്ടാക്കുന്നുണ്ട്.
ഡാ പിന്നെ എൻ്റെ പൈസ ആർക്കുള്ളതാടാ? ഇല്ലച്ചാ, അച്ഛനമ്മയ്ക്ക് നല്ലൊരു റിട്ടയർമെൻറ്റ് ലൈഫുള്ളതല്ലേ, കുഴപ്പമില്ല. വെള്ളം കുടിക്കേ. നീ വെള്ളം കുടിക്കുന്നത് കുറവാ. നീ ഞാൻ പറഞ്ഞ ഒന്നുകൂടെ ഒന്ന് ആലോചിക്കേ. നിങ്ങൾക്ക് ആർക്കും ഉറക്കമൊന്നുമില്ലേ? അപ്പം നിനക്ക് ഉറക്കമില്ലേ? ഞാൻ ഇന്നിവിടെ കിടക്കുന്നത്. അതിനെന്താ? അപ്പം ശരി, എന്നാൽ നാളെ കാണാം. ഹാ, നീയും കൂടെ അവിടെ കിടക്കടാ. ഏയ് കുഴപ്പമില്ല. ചേട്ടനോടെ കിടക്ക്. ആ വാടാ. അച്ഛാ, ആ ഒരു കഥ പറഞ്ഞേ. അത് വേണോ? പറയ്. പണ്ട് പണ്ട് പണ്ടെന്ന് വെച്ചാൽ പണ്ട് വളരെ പണ്ട്. AD ആണോ BC ആണോ? ഇതേ കഥയിൽ ചോദ്യമില്ല കേട്ടോ. കഥ പറഞ്ഞു കഴിഞ്ഞ് കമന്റ് പറയാവോ? ആ അത് വേണമെങ്കിൽ പറഞ്ഞോ. അതായത് ഒരു കാട്ടിലൊരു ആനയും സിംഹവും ഉണ്ടായിരുന്നു. അവർ രണ്ടുപേരും നല്ല സുഹൃത്തുക്കളായിരുന്നു.